എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആ പ്രോബ്ലംസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഫോക്കസ് ഏരിയയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങളിലെ ഇക്വേഷൻസ്. അപ്പം ആദ്യമേ ഇലക്ട്രിക് കറണ്ട് നമുക്കറിയാം ചാർജസിൻ്റെ ഫ്ലോയിനാണ് ഒരു പർട്ടിക്കുലർ സമയം ചാർജ് ഫ്ലോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടായെന്ന് നമുക്ക് പറയാം. ഇലക്ട്രിക് കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഐ വെച്ചിട്ടാണ്. ദെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് ഈക്വൽ ടു നെറ്റ് ചാർജ് ബൈ സമയം, ടൈമാണ്. ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യൂ വെച്ചിട്ടാണ്, ലെറ്റർ ടൈം ടി ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും? ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് എഴുതാം. അതാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷൻ. മറന്നു പോവല്, ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇനി ഓരോന്നിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആംബിയർ ആണ്. ക്യാപിറ്റൽ എ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യൂ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ചാർജ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. ദെൻ ക്യാപിറ്റൽ സി വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ദെൻ ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ടൈമാണ്. ടൈമിൻ്റെ യൂണിറ്റ് ഏതാണ്? സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ സമയം. ദെൻ അടുത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ ആണ്. ഡബ്ല്യു എന്ന് വെച്ചാൽ അവിടുത്തെ വർക്ക് ഡൺ ആണ്. അതുപോലെ ക്യൂ എന്ന് വെച്ചാൽ ചാർജ് ആണ്. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജൂൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ്. നമുക്കറിയാം ജൂൾസ് ലോയ്ക്ക് ഇക്വേഷൻ എങ്ങനെയാണ്? എച്ച് പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണ്. എച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, അവിടെ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എച്ച് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഐ ഇലക്ട്രിക് കറണ്ട് ആണ്. ആർ എന്താണ്? റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധമാണ്. ടി എന്ന് വെച്ചാൽ സമയമാണ്. അപ്പം ജൂൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട 3 ഇക്വേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുവാണ്. അതായത് നമ്മുടെ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓംസ് ലോ ഉപയോഗിച്ചിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് മറ്റ് 2 ഇക്വേഷൻസും കിട്ടും. അതായത് എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, അതുപോലെ തന്നെ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. അപ്പം ഈ 3 ഇക്വേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജൂൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ. അതായത് താപം, എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഓർത്തിരിക്കുക, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി ആൻഡ് ഓൾസോ ഈസ് ഈക്വൽ ടു വി ഐ ടി. അവിടെ വേറൊരു ഇക്വേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, എച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് വി ഇൻറ്റു ഐ ആണ് പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ലാസ്റ്റ് ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ അവിടെ വിയുടെയും ഐയുടെയും സ്ഥാനത്ത് നമ്മൾ പവർ കൊടുത്തപ്പോഴാണ് നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി എന്ന് വന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ പവറാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് പവറാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മനസ്സിലാവുന്നുള്ളൂ. അപ്പം ആ രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക, എന്നിട്ട് എന്തൊക്കെ ടേംസ് തന്നിട്ടുണ്ടോ അതനുസരിച്ചിട്ടുള്ള ഇക്വേഷൻ നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം മറന്നു പോകല്, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആൻഡ് എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. ഇനി ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇതിൻ്റെ ഓരോന്നിൻ്റെ യൂണിറ്റ് ആണ്. എച്ച് നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, താപത്തിൻ്റെ അളവാണ് എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് ജൂളാണ്. ക്യാപിറ്റൽ ജെ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കറണ്ടിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു, ആംബിയർ ആണ്. ക്യാപിറ്റൽ എ ആണ്. വോൾട്ടേജ് വി എന്ന് വെച്ചാൽ വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ക്യാപിറ്റൽ വി വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ആർ എന്ന് പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, ചാലകത്തിൻ്റെ പ്രതിരോധമാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓം ആണ്. സിമ്പൽ ഓർത്തിരിക്കുക. ദെൻ ടി എന്ന് വെച്ചാൽ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ആണ്. ദെൻ അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. എസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. പവർ പി എന്ന് വെച്ചാൽ പവറാണ്. അതിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അത് നമ്മൾ ക്യാപിറ്റൽ ഡബ്ല്യു വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, യൂണിറ്റ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. യൂണിറ്റിനവിടെ മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. തന്നെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റി പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
സീരീസ് കണക്ഷനിലാകുമ്പം ആ ഫിഗർ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഫിഗർ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുന്ന ഫിഗർ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഓരോ റെസിസ്റ്ററിൽ കൂടെ അല്ലെങ്കിൽ ഓരോ പ്രതിരോധത്തിൽ കൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഓരോ പ്രതിരോധത്തിനും എക്രോസ് ആയിട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഡിവൈഡ് ചെയ്ത് പോകും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഡിവൈഡ് ചെയ്ത് പോകും. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കറൻറ്റ് സെയിം ആയിരിക്കും. അത് ഓർത്തോണം. സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ ശ്രേണി രീതിയിലാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് സെയിം ആയിരിക്കും. ഓരോ റെസിസ്റ്ററിൽ കൂടെയുള്ള പ്രതിരോധത്തിലൂടെയുള്ള കറൻറ്റ് സെയിം ആയിരിക്കും. പക്ഷേ പൊട്ടൻഷ്യൽ അവിടെ എങ്ങനെയായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം കൂടും. അപ്പോൾ ഇക്വേഷൻ ഏതാണ്? R = R1 + R2. എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. R = R1 + R2. ഇനി കുറേ റെസിസ്റ്റേഴ്സ്, അതായത് n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ ഒന്നാണെന്നുണ്ടെങ്കിൽ, ഒരേ വാല്യൂ സെയിം വാല്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ദാറ്റ് n × R. അതായത് എത്ര എണ്ണം ഉണ്ടോ അതേ ഇൻറ്റു R എന്ന് പറഞ്ഞിരിക്കുന്നത് സ്മോൾ ലെറ്റർ R ആണ്. സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഓരോ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അതായത് സെയിം വാല്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം n × R. then അടുത്ത് പാരലൽ കണക്ഷൻ, അതായത് സമാന്തരമായിട്ട് റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, കറൻറ്റ് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. കറൻറ്റ് അവിടെ ഡിഫറൻ്റ് ആണ്. അതായത് ഓരോ റെസിസ്റ്ററിൽ കൂടെയുള്ള പ്രതിരോധത്തിൽ കൂടെയുള്ള കറൻറ്റ് അവിടെ ഡിഫറൻ്റ് ആണ്. പക്ഷേ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? സെയിം ആണ് കേട്ടോ. പൊട്ടൻഷ്യൽ സെയിം ആണ്, കറൻറ്റ് അവിടെ ഡിഫറൻ്റ് ആണ്. അത് ഓർത്തിരിക്കുക. ഇക്വേഷൻ R = R1 R2 / R1 + R2. അപ്പോൾ ഇതാണ് പാരലൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ സമാന്തര രീതിയിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. R = R1 R2 / R1 + R2. ഇനി നമ്മൾ സീരീസ് കണക്ഷൻ, അതായത് ശ്രേണി രീതി പറഞ്ഞ പോലെ തന്നെ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ എല്ലാം വാല്യൂസ് ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് R = സ്മോൾ r / n എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞിരിക്കുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്, സഫല പ്രതിരോധമാണ്. സ്മോൾ r എന്ന് പറഞ്ഞിരിക്കുന്ന ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ, n എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആ ഇക്വേഷൻ ഉപയോഗിച്ച്, അതായത് ക്യാപിറ്റൽ R = സ്മോൾ r / n എന്ന് പറഞ്ഞിരുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനിയാണ് ഇലക്ട്രിക് പവർ കണ്ടുപിടിക്കാൻ. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസസ് യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. എന്തുമാത്രം ഒരു ഇലക്ട്രിക് ഉപകരണം എനർജി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അളവിനെയാണ്, അതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പവർ P = വർക്ക് ബൈ സമയമാണ്. അതിന് യൂണിറ്റ് ഓഫ് പവർ ഓർത്തിരിക്കുക Joule/second ആണ്. അല്ലെങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വാട്ടിലാണ്. പവറിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു വാട്ടാണ്. ക്യാപിറ്റൽ W വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ജൂൾസ് ലോയുടെ ബേസിൽ പവറിനെ നമുക്ക് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് പവർ = I²R V²/R. ദാറ്റ് ഓൾസോ V × I ആണ്. നമ്മൾ ജൂൾസ് ലോ കണ്ടപ്പോൾ I²RT എന്നാണ്. അപ്പോൾ അവിടുത്തെ T ഇല്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ജൂൾസ് ലോയുടെ 3 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. T ഇല്ല, ജൂൾസ് ലോയുടെ ഇക്വേഷൻസിൻ്റെ അകത്ത് T ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറി? പവറായിട്ട് മാറി. അപ്പോൾ പവർ P = I² × R. ദാറ്റ് ഓൾസോ V²/R. ദാറ്റ് ഓൾസോ V × I. ഇനിയാണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ. വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും അതുപോലെ തന്നെ കറൻറ്റും തമ്മിലുള്ള റിലേഷൻ. അതിന് ഓർത്തിരിക്കുക, വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും ആണെന്നുണ്ടെങ്കിൽ VS/VP = NS/NP. ദെൻ ഈ വോൾട്ടേജും കറൻറ്റും ആണെന്നുണ്ടെങ്കിൽ VS/VP = IP/IS ആണ്. ഇവിടെ ഓർത്തിരിക്കണം, VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് ആണ്, അതായത് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ആണ്. VP എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലത്തെ വോൾട്ടേജ് ആണ്, അതായത് ഇൻപുട്ടിലെ വോൾട്ടേജ്. NS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് ആണ്. NP എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ്, അതായത് ചുറ്റുകളുടെ എണ്ണം. IS എന്ന് വെച്ചാൽ സെക്കൻഡറിയിലത്തെ കറൻ്റ് ആണ്. ദെൻ IP എന്ന് വെച്ചാൽ പ്രൈമറിയിലത്തെ കറൻ്റ് ആണ്. അപ്പം വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും ആണെന്നുണ്ടെങ്കിൽ VS/VP = NS/NP. ദാറ്റ് ഓൾസോ IP/IS. അത് തന്നെ
കറണ്ടിൻ്റെ ടേംസിൽ വരുവാണെങ്കിൽ IP/IS ആണ്. ആ 3 ഇക്വേഷൻ ഓർഡറിൽ പഠിച്ചു വെക്കുക. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പവർ ലോസ് ഉണ്ടാവില്ല. ഇൻപുട്ടിലെ പവർ തന്നെയായിരിക്കും ഔട്ട്പുട്ടിലെ പവർ. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇൻപുട്ടിലെ പവർ തന്നിരിക്കും, ഔട്ട്പുട്ടിലെ പവർ എത്രയാണെന്ന് ചോദിക്കും. അപ്പം ഒന്നും നോക്കേണ്ട, എഴുതി വെച്ചാൽ മതി. ഇൻപുട്ടിലെ പവർ തന്നെയായിരിക്കും ഔട്ട്പുട്ടിലെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷനാണ്. VS/VP = NS/NP. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു IP/IS. മാറിപ്പോയാൽ IP/IS ആണ്. കറണ്ട് വരുമ്പോൾ IP/IS ആണ്. ഇനി നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിലാണ് അതായത് പഠിക്കാനുള്ള ഇക്വേഷൻസ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഓർത്തിരിക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ദെൻ പിന്നെ നമുക്ക് പഠിക്കാനുള്ള മിറർ ഇക്വേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/F = 1/U + 1/V. ഓർത്തിരിക്കുക. F എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് ആണ്. U എന്ന് വെച്ചാൽ എന്താണ്? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് വസ്തുവിലേക്കുള്ള ദൂരമാണ്. V എന്ന് വെച്ചാൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മളിത് 3ഉം കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് ഉപയോഗിക്കുക. ഫോക്കൽ ലെന്ത് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ UV/U + V. UV/U + V ആഡ് ചെയ്ത് വെച്ചാൽ മതി. ദെൻ U ആണ്, അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി ടേംസുകൾ ഏതൊക്കെയാണ്? VF ആണ്. അപ്പോൾ VF/V - F. ഓർത്തിരിക്കുക, VF/V - F. അതുപോലെ തന്നെ V ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ UF/U - F. മൈനസ് ചെയ്യേണ്ടത് F ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ഇക്വേഷൻ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഓർത്തിരിക്കുക, F = UV/U + V. ദെൻ U = VF. U എന്ന് പറയുമ്പം ബാക്കി ടേംസ് ഉള്ളതൊക്കെയാണ് VF ആണ്. അപ്പം മൈനസ് വരുന്ന F ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം VF/V - F. അതുപോലെ തന്നെ V = UF/U - F. F ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ ആണെന്ന് പറഞ്ഞു. അത് കോൺവെക്സ് ലെൻസിൻ്റെ കാര്യത്തിൽ ഓർത്തിരിക്കുക. സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവാണ് ഫോക്കൽ ലെങ്തിൻ്റെ കേസിൽ. അതുപോലെ തന്നെ F എന്ന് വെച്ചാൽ ഫോക്കൽ ലെന്ത് ആണ് നമ്മൾ പറഞ്ഞു. അത് കോൺവെക്സ് മിററിൻ്റെ കേസിൽ പോസിറ്റീവ് ആയിരിക്കും, കോൺകേവ് മിററിന് നെഗറ്റീവ് ആയിരിക്കും. U എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് ഫ്രം പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് U. അതുപോലെ V എന്ന് പറഞ്ഞിരിക്കുന്നത് പോളിൽ നിന്നും ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് V എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. മിറർ ഇക്വേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1/F = 1/U + 1/V ആണ് മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് അതനുസരിച്ചിട്ട് ഇക്വേഷൻ റീഅറേഞ്ച് എഴുതുമ്പോൾ ഓർത്തിരിക്കുക. F = UV/U + V. U = VF/V - F. V = UF/U - F. ദെൻ പിന്നെ ഉള്ളത് മാഗ്നിഫിക്കേഷൻ ആണ്, അതായത് ആവർത്തനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് M വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ എന്താണ് ഇക്വേഷൻ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് / ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, അതായത് പ്രതിബിംബത്തിൻ്റെ ഉയരം / വസ്തുവിൻ്റെ ഉയരം, അതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എഴുതാം HI/HO എന്ന് എഴുതാം. HI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജിൻ്റെ ഹൈറ്റാണ്, അതായത് പ്രതിബിംബത്തിൻ്റെ ഹൈറ്റ് ഉയരമാണ് HI എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേ / ഒബ്ജക്റ്റ് വസ്തുവിൻ്റെ ഹൈറ്റ്. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു -V/U ആണ്. അത് ഓർത്തോണം, മൈനസ് ഉണ്ട് കേട്ടോ. -V/U ആണ് മാഗ്നിഫിക്കേഷൻ. അപ്പം ഈ ഇക്വേഷൻ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. M = HI/HO. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു -V/U. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്ത് പഠിക്കുക. നമ്മൾ ഒരുപാട് വെറൈറ്റി പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുക. പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ വായിച്ച് നോക്കി പഠിക്കാൻ ശ്രമിക്കൽ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ദെൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ സ്റ്റെപ്പുകളൊക്കെ എഴുതിയിട്ട് തന്നെ ചെയ്യുക. തെറ്റിക്കാതെ ശ്രദ്ധിച്ച് മൈനസും പ്ലസും ഒന്നും മാറിപ്പോകാതെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിനിയും ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക്